ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോംബെ മിക്സ്ഡിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതുപോലെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/2 കപ്പ് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് വെള്ളം തോരാനായിട്ട് ഇവിടെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്, വറുത്ത അരിപ്പൊടി. അപ്പോൾ ഞാനത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് കടലമാവ് വേണം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എന്തോരമാണ് എടുക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് നമുക്ക് കടലമാവ് ആവശ്യമായിട്ടുള്ളത്. 1 കപ്പിന് 1/2 കപ്പ് കടലമാവ്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവസാനം ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, ഈ ടൈമിലാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാം എത്താൻ പാകത്തിന് നല്ല പോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം മതി നമുക്ക്. 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നോടെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ അച്ച് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തൊട്ട് വലിയ സൈസ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് എണ്ണ പാനിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് അത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ടൈമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് 2 മിനിറ്റ്സ് മതി ഇതൊന്ന് ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഒന്ന് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറിൻ്റെ കോലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി വന്ന മാവിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടൈപ്പിലുള്ള ഫുഡ് കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരെണ്ണത്തിലോട്ട് ഗ്രീൻ കളറും ഒരെണ്ണത്തിലോട്ട് റെഡും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കാം.
നമ്മുടെ 2 കളറിലുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചെറുപയർ കൂടെ വറുത്തെടുക്കണം. അപ്പോൾ തലേദിവസം ഞാൻ വെള്ളത്തിലിട്ടതാണ് ചെറുപയർ. അത് നല്ലപോലെ പൊന്തി വന്നതിന് ശേഷം ഞാനൊരു അരിപ്പയിൽ വെച്ച് വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒട്ടും വെള്ളമില്ല. ഇനി അത് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പയറും നല്ലപോലെ ഫ്രൈ ആയിട്ട് പൊന്തി വരും. ആ ടൈമിലാണ് നമ്മളിത് വറുത്ത് കോരേണ്ടത്. കണ്ടോ, അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്കിത് വറുത്ത് കോരേണ്ടത്. എല്ലാം പൊങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചക്ക വറുക്കും, അതേപോലെ തന്നെ കപ്പയൊക്കെ വറുത്ത് കഴിയുമ്പോൾ നമ്മൾ അവസാനം കുറച്ച് ഉപ്പിൻ്റെ വെള്ളം ആഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഞാൻ ഈ ടൈമിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഉപ്പ് അതിലോട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മസൂർ ദാളിന് പകരമാണ് ചെറുപയർ യൂസ് ചെയ്തേക്കുന്നത്. ചെറുപയറാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ ചെറുപയർ ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ മിച്ചറിൻ്റെ കോല് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുപയറും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറുമുറ എന്നുള്ള മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ബോംബെ മിച്ചർ എന്ന് പറയും, ചിലയിടത്ത് മുട്ട മിച്ചർ എന്ന് പറയും, ചിലയിടത്ത് ഇതിനെ മഞ്ഞ മിച്ചർ എന്ന് പറയും. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചെറുപയറാണ് ഇട്ടേക്കണമെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.